ഇന്നങ്ങനെ നമ്മുടെ അനിയൻ ചെക്കൻ അവൻ്റെ 9 മാസത്തെ കപ്പൽ ജീവിതമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് മടങ്ങാം കേട്ടോ. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ ഞാനും ഫാമിലിയും പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവർ ബാക്കിലെ കാറിലുണ്ട് കേട്ടോ. എല്ലാവരും കൂടി നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലോട്ട് പോവാം. നമ്മുടെ എയർപോർട്ട് എത്തിയിട്ടാ. വണ്ടി ഓടിച്ച് എൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും ചെക്കൻ വന്ന അവൻ്റെ പരിപാടിയിലേക്ക് കടന്ന്. പക്ഷേ നമ്മുടെ അമ്മയ്ക്ക് ഇതിനൊന്നും വെയിറ്റ് ചെയ്യാനില്ല. അമ്മ നേരെ അറൈവലിലോട്ട് ഓടി. ഭാഗ്യത്തിന് ഫ്ലൈറ്റ് കറക്റ്റ് സമയത്തിന് എത്തി. അങ്ങനെ ആ ചില്ലിടന്ന് ഇരുപത്താണ്ട് ദൂരെ നമ്മുടെ ചെക്കൻ എത്തിയിട്ടാണ്. അവൻ ലഗേജൊക്കെ കയറ്റി വയ്ക്കുകയാണ്. ഞാനിവിടുന്ന് കുറച്ച് കയ്യും കാലിട്ട് കാണിച്ചെങ്കിലും അവനെ നമ്മളെ കാണാൻ പറ്റുന്നില്ല. കാര്യം അവൻ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ കയ്യും കാലും കുറേ ഇട്ട് അടിച്ചപ്പോൾ ചെക്കൻ നമ്മളെ കണ്ടിട്ടാ കൈ പൊക്കി കാണിച്ച്. ഒരു പ്രത്യേക ഫീൽ തന്നെ. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് കണ്ട. അങ്ങനെ അവൻ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടാ. ഇത് നമ്മളിവിടുന്ന് പോയ പോലെ ഒന്നല്ലല്ലോ. ചെക്കൻ മുടിയൊക്കെ ആകെ വളർന്ന് വണ്ണൊക്കെ വെച്ച് ആകെ മാറിപ്പോയില്ലോ. 9 മാസം കൊണ്ട് ഇത്രയ്ക്ക് മാറ്റോ. അങ്ങനെ നമ്മുടെ അമ്മക്കുട്ടി കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പുണർന്നു. അപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ വന്ന് കവർ ചെയ്ത് ചെക്കൻ നല്ല ഹാപ്പി കേട്ടോ. കുറേ നാൾ കടലിൽ കിടന്നിട്ട് നാട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷവും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവൻ എല്ലാവരും അടുത്ത് സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് എല്ലാവരും ഹാക്ക് ചെയ്ത് ഫൈനലി ചെക്കൻ എന്നെ കണ്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് ഹാക്ക് ചെയ്യാൻ വരാം. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു ഹാക്ക്. ഇത് അവൻ്റെ സെക്കൻഡ് ഓഫീസറാട്ടോ. രണ്ടുപേരും ഒരുമിച്ചാണ് ഫ്ലൈറ്റിൽ വന്നത്. ഇതാളുടെ ഫാമിലിയും. ഇത് നമ്മുടെ അനിയൻ്റെ ഫ്രണ്ട്സാട്ടോ. അനിയനോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതലാണ് ഇവർക്ക് അനിയൻ കൊണ്ട കുപ്പിയോടുള്ള സ്നേഹം. പിള്ളേരും മൊത്തൊരു സന്തോഷം കണ്ടില്ലേ. വീട്ടിൽ നിന്ന് അടിച്ച് തീർക്കാനുള്ള സന്തോഷമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വണ്ടിയിലോട്ട് കയറാൻ പാടും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെക്കൻ വണ്ടി കയറി ടാറ്റയൊക്കെ പറഞ്ഞ് വണ്ടി കയറി. പിന്നെ ആര് നാട്ടിൽ വന്നാലും എവിടെയെങ്കിലും കയറി ഫുഡ് അടി പതിവാണ്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ അവരും കഴിച്ചെങ്കിൽ അവൻ മാത്രം കഴിച്ചില്ല കേട്ടോ. അവന് വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ മാത്രം അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അവിടെ വരട്ടിയും പേരാമ്പ്രയും ആമ്പല്ലൂരും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ പകൽ വെളിച്ചത്തിറങ്ങി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിപ്പോൾ ഇരുട്ടായിട്ടോ. അങ്ങനെ അവരും വീട്ടിലാണ് അവൻ ഏറ്റവും കാത്തിരുന്ന അവൻ്റെ 2 ആൾക്കാരുള്ളത് കേട്ടോ. അവരെ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ സന്തോഷത്തോടെ അകത്തോട്ട് വരാം കേട്ടോ. അങ്ങനെ ഓടിച്ചാടി അകത്തോട്ട് വന്ന അവനെ കാത്തിരുന്ന 2 പേര് ഓട്ടി വന്ന് അവൻ്റെ മേത്തേക്ക് കയറി. മനുഷ്യരെക്കാളും സ്നേഹം മൃഗങ്ങൾക്കാന്ന് കണ്ടില്ലേ അവരുടെ സ്നേഹം. എത്ര നാൾക്ക് ശേഷം കണ്ടിട്ടും അവർക്ക് സ്നേഹം കണ്ടില്ല. അവരെ വാരിപ്പുറന്ന് തിൻ്റൂനെടുത്ത് കറക്കി. അവർ 2 പേരും ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ബോണ്ടാണ്. അവളെ എടുത്തു കൊണ്ടുവന്ന അന്നോട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് സൂയിക്ക് അധികം പരിചയമായിട്ടില്ലെങ്കിലും സൂയിക്കും സ്നേഹത്തിന് കുറവൊന്നുമില്ല കേട്ടോ. അങ്ങനെ 2 പേരും കൂടെ കളിച്ച് ചിരിച്ച് അവനെ കൊന്നുവരി. അപ്പം നമുക്ക് പിന്നെ കാണട്ടെ. ഞങ്ങൾക്ക് ചെറിയൊരു കലാപരിപാടിയുണ്ട്. അപ്പോൾ ബൈ.